പ്രതിഭ CPIയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. അതായത് CPMനകത്ത് ഉണ്ടാകേണ്ട വിമർശനങ്ങൾ, CPMനകത്ത് തന്നെ ഭരണത്തിനെതിരെ ഉണ്ടാകേണ്ട വിമർശനങ്ങൾ, പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടാകേണ്ട വിമർശനങ്ങൾക്ക് ഉണ്ടാകാത്തതിന് പകരം കൂടെയുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ CPI നിശ്ചിതമായ വിമർശനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സമ്മേളനത്തിൽ ഒതുങ്ങുമോ CPIയുടെ സർക്കാർ വിമർശനം എന്നൊരു സംശയം ഉണ്ടാവില്ലേ? തീർച്ചയായും ഇത് ഈ ഒരു സമ്മേളനത്തിൽ അവർ തുറന്നു പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ, ഈ വളരെ കാലമായിട്ട് CPIയുടെ ഉള്ളിൽ പുകയുന്ന ഒരു സാധനം, ഒരു വികാരം തന്നെയാണിത്. തീർച്ചയായിട്ടും അവർ ഇതിൽ ഈ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ ചില വാക്കുകൾ നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ജനപ്രിയ സർക്കാർ എന്നൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട്, അതെ, ഈ വാക്ക് തന്നെ ഉപയോഗിച്ചേക്കണത്. അതെ, ജനപ്രിയ സർക്കാർ എന്നൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇനിയേറെ കാലം സാധിക്കില്ല. സർക്കാരിനെ, അതായത് ഇടതുപക്ഷ സർക്കാരിനെ നിശിതമായിട്ട് വിമർശിക്കുന്നത് LDFിലെ പ്രധാന ഘടകകക്ഷിയായ CPI ആണ്. തീർച്ചയായിട്ടും അത് വലിയൊരു ഗൗരവതരമായൊരു സ്വഭാവമാണ്. അതെ, കാരണം CPMൻ്റെ ഒരു അടിമത്വം CPIക്ക് ഇല്ല. വലിയേട്ടൻ മനോഭാവം പഴയതുപോലെ അങ്ങനെ ഒരു അടിമ സ്വഭാവം CPI ഇപ്പൊ കാണിക്കുന്നില്ല. CPI തിരിച്ച് നല്ല വിമർശനം തന്നെയാണ് ഉന്നയിക്കുന്നത് പല കാര്യങ്ങളിലും. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഇടിമുറികൾ, പൂരം കലക്കൽ, ഇതിനൊക്കെ പേര് കേട്ട കേരള പോലീസിന്റെ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇത് ഉന്നയിച്ചത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഇടിമുറി വിവാദങ്ങളാണ്. തീർച്ചയായിട്ടും അല്ല, അവർ നിശിതമായിട്ട് വിമർശിച്ചേക്കണേ CPIയുടെ ആത്മാഭിമാനത്തിന്റെ ഒരു പ്രശ്നം കൂടി അതിലുണ്ടായിട്ടുണ്ട്. അവർ മുന്നണിയുടെ ഭാഗമല്ലേ? അതെ, അത് തന്നെയല്ല, അവരുടെ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് അത്. തൃശ്ശൂരിലെ ഒരു സുനിൽകുമാർ മത്സരിച്ച, സുനിൽകുമാർ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്, മന്ത്രിയായിരുന്നു. അതെ, CPIയുടെ ജനപ്രിയ നേതാക്കൾ കുറച്ചുകൂടി മാന്യമായി പെരുമാറുന്ന ഒരു ഇടതുപക്ഷക്കാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കിയത് ഈ CPMൻ്റെ തൻപ്രമാണിത്വം തന്നെയാണ്. അതിന് പോലീസിനെ വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ചു എന്ന് അവർ എടുത്തു പറഞ്ഞു. തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥൻ, അതായത് പിണറായി വിജയൻ്റെ വിശ്വസ്ത സജീവൻ എന്ന് എക്കാലത്തും അറിയപ്പെട്ടിരുന്ന ADGP MR അജിത് കുമാറിനെ, അന്ന് MR അജിത് കുമാർ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ആണ്. അതെ, ഈ ADGPനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും അവിടെ അശോക് അങ്കിത് എന്ന് പറഞ്ഞൊരു കമ്മീഷണർ നിരുത്തരവാദിത്വപരമായിട്ട് ഇടപെട്ട് പൂരം കലക്കി. ഇപ്പം മന്ത്രി രാജൻ ഫോണിൽ വിളിച്ചിട്ട് പോലും ഫോൺ എടുത്തില്ല. അതെ, എപ്പോൾ പിന്നീട് പറഞ്ഞത് ഞാൻ ഒരു യാത്രയിലായിരുന്നു, മൂകാംബി യാത്ര എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഉരുണ്ട് കളിച്ചു. അല്ല പ്രതിഭ, ഇതിന് CPI ചോദിക്കുന്നത് പോലെ എന്തിന് ഇങ്ങനെ ഒരു പോലീസ് ഓഫീസറെ ഈ സർക്കാർ ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തണം? അപ്പോൾ അത് ആർക്ക് വേണ്ടി? സർക്കാരും പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് നിർത്തുന്ന ഒരു കണ്ണിയാണോ അജിത് കുമാർ? അല്ല, അതിന് കൃത്യമായ അവർ ഒരുപാട് നിദർശനങ്ങൾ കൊടുത്തു. കാരണം ഈ RSSൻ്റെ ദേശീയ നേതാവായ ദത്താത്രേയ ഹൊസമുളയെ ADGP MR അജിത് കുമാർ കണ്ടത്. അല്ല പ്രതിഭ, ഇത് നിസ്സാര സംഗതി അല്ല. അപ്പോൾ അത് അവർ പറയണത് എന്തിനു വേണ്ടി കണ്ടു എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂരിൽ ഒരു വച്ചുമാറ്റം നടത്താൻ വേണ്ടിയിട്ട്, അതായത് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങളൊരു MP തരൂ, നിങ്ങളുടെ പേരിലുള്ള, നിങ്ങളുടെ മകളുടെ പേരിലുള്ള എല്ലാ വിഷയങ്ങളും ഞങ്ങൾ കേസുകളും എഴുതി തള്ളാം, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാം എന്ന് പറഞ്ഞിട്ടാണ് തൃശ്ശൂരിൽ ഇങ്ങനെ ഒരു അട്ടിമറി നടത്തിയത്. അപ്പോൾ വെറുതെ അട്ടിമറി നടത്താൻ പറ്റില്ലല്ലോ, നേരെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതിന് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ, ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ ഒരു വികാരം, ജാതിമതത്തിന് അതീതമായിട്ട് ഒരു മതേതര സ്വഭാവമുള്ള ഒരു ഉത്സവം തന്നെയാണ് പൂരം. തീർച്ചയായിട്ടും എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ തന്നെ ദേശത്തിന്റെ വികാരമാണ്. അതെ, തൃശ്ശൂരുള്ള ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും എല്ലാം ഒരുപോലെ തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് പൂരം. അവിടെ ജാതീയ ചിന്തകളൊന്നുമില്ല. എന്നിട്ട് അങ്ങനെയുള്ളൊരു പൂരം, കേരളം മുഴുവൻ പൂരപ്രേമികളുണ്ട്, പൂരത്തിന് പോലും വിദേശങ്ങളിൽ നിന്ന് ആളുകളെത്താറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തൃശ്ശൂരിൻ്റെ, കേരളത്തിൻ്റെ വികാരമായിട്ടുള്ളൊരു പൂരം കലക്കലിലൂടെ അവിടെ അവർ സാധിച്ചെടുത്തത് BJPക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഈ സാഹചര്യം സൃഷ്ടിച്ചതിന് കൃത്യമായി തന്നെ വില കൊടുക്കേണ്ടി വന്നത് CPI ആണ്. അല്ല, അത് മാത്രം, അത് CPIക്ക് വില കൊടുക്കേണ്ടി വന്നു. അത് മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിയാണ് LDFനെ നയിക്കുന്നത്. LDFനെ നയിക്കുമ്പോൾ പോലീസ് തേർവാഴ്ച, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും കൂടുതൽ കൊടിയ പോലീസ് മർദ്ദനം ഉണ്ടായപ്പോൾ അന്ന് നിയമസഭയിൽ മർദ്ദനത്തിൽ ഏറ്റവും രക്തം പുരണ്ട തൻ്റെ വസ്ത്രങ്ങളുമായി വന്ന് സംസാരിച്ച അന്നത്തെ ഒരു യുവ നേതാവായിരുന്നു പിണറായി വിജയൻ.
അന്ന് പിണറായി വിജയൻ പോലീസിനെ വിമർശിക്കാൻ സഭയിൽ അങ്ങനെ പറഞ്ഞ പിണറായി വിജയൻ പിൽക്കാലത്ത് അന്ന് അടിയന്തരാവസ്ഥയിൽ കരുണാകരൻ പോലീസിനെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചതുപോലെ ഇന്ന് പിണറായി വിജയനാണ് ഏറ്റവും കൂടുതൽ ഈ പോലീസ് സേനയെ സംരക്ഷിക്കുന്നത്. അതെ, കഴിഞ്ഞ ദിവസം കണ്ടല്ലോ 2-3 വർഷം മുമ്പ് നടന്നിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി, അതെ, ആ പീഡനങ്ങളൊക്കെ കേരളം തീർച്ചയായിട്ടും കേരളം ഞെട്ടുകയാണ് അതെല്ലാം. അത് പോലീസിന്റെ കൺട്രോൾ റൂമിൽ നിന്നാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ എടുത്തതെന്ന് ഓർക്കണം. തീർച്ചയായിട്ടും പുറത്താരും ഷൂട്ട് കണ്ണ് ചെയ്തില്ല. ചിമ്മാത്ത ക്യാമറയ്ക്ക് മുന്നിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ധാർഷ്ട്യമുള്ള പോലീസുകാരെ കുറിച്ച് ഇപ്പോഴും പിണറായി വിജയൻ യാതൊന്നും സംസാരിച്ചിട്ടില്ല. അല്ല, അദ്ദേഹത്തിന് ഇതുവരെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണ് എന്ന് CPI എടുത്തു പറയുന്നതിലൂടെ പറയുന്നുണ്ട്. ഉന്നം വയ്ക്കുന്നത് ആരെ? തീർച്ചയായിട്ടും പിണറായി വിജയൻ. അവിടെയും വേറൊരു കാര്യം കൂടെ പ്രതിഭ നമുക്ക് ഇതിൽ പറയേണ്ടി വരും. അതായത് CPM-ഉം CPI-യും എന്ന് പറയുന്നത് പാർട്ടി വിഘടിച്ചു പോയതാണല്ലോ. പാർട്ടി 1960-കളിൽ വിഘടിച്ചു പോയതാണല്ലോ. എന്നിട്ട് ഈ പരിപാടി സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമ്പോൾ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു വാക്കുപോലും CPI എന്ന് പോലും പറയാത്ത വ്യക്തിയാണ് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് എല്ലാ കാര്യത്തിലും ഈ CPM എന്ന പാർട്ടിയെ വളർത്തുക, ആ പാർട്ടിയുടെ തലതൊട്ടപ്പനായിട്ട് ഞാൻ നിൽക്കുക, ഞാൻ എൻ്റെ മുഖം എൻ്റെ പാർട്ടി എന്ന രീതിയിൽ മാത്രം ചിന്തിച്ചു പോകുന്ന ഒരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നാണ് നാളിതുവരെ കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും കാണിക്കുന്നത്. ഈ അധികാരം ഏത് വിധേനയും നിലനിർത്തണം. ഇപ്പോൾ അധികാര കൈമാറ്റം നടക്കുമോ എന്നുള്ളൊരു കുടുംബത്തിൽ തന്നെ മറ്റൊരു അനന്തരാവകാശം നടക്കാനുള്ള സാധ്യതയില്ല. പറഞ്ഞു വന്ന വിഷയത്തിൽ നമ്മൾ മാറണ്ട. ഇപ്പൊ CPI ആഭ്യന്തര വകുപ്പിന് അതിനിശിതമായിട്ട് അല്ല, അത് മാത്രമല്ല ധനകാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, ആരോഗ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്, എക്സൈസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസം, സഹകരണം തുടങ്ങി എല്ലാ മേഖലയും CPM കൈയടക്കി വെച്ചിരിക്കുന്നു. എടുത്തു പറഞ്ഞത് മറ്റൊരു കാര്യം, ഈ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് ഇവർ PR വർക്ക് ചെയ്ത് സ്ഥാപിക്കാൻ നടക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിലവിലുള്ള നിയമങ്ങളെ പോലും ധിക്കരിക്കുന്നു, മാറ്റിമറിക്കണോ എന്ന് തന്നെ പറഞ്ഞത്. കാരണം പാലക്കാട് മറ്റേ ബ്രൂവറി സമരം ഓർക്കുണ്ടല്ലോ, മദ്യം, അവിടെ അതിന് വേണ്ടിയിട്ട് അവർക്ക് കരാറ് കൊടുത്തത് OSIS എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അത് ഡൽഹി മദ്യനയ കേസിൽ അവര് പ്രതിയാക്കപ്പെട്ട കമ്പനിയാണ്, അതായത് കരിമ്പട്ടികയിലുള്ള കമ്പനിയാണ്. അപ്പൊ വഴിവിട്ട് നിയമാനുസൃതമല്ലാത്ത രീതിയിൽ വരെ അത് ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി MP രാജേഷാണ്. ജനപ്രിയനായ ഒരു നേതാവ്, പാലക്കാട്ടത്തെ ഒരു യുവമുഖം. ആലോചിച്ച് നോക്കുക. അപ്പൊ പാലക്കാട് തന്നെയുള്ളൊരു നേതാവ് പാലക്കാടിന് തന്നെ കുടിവെള്ളം ഊറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്ന രീതിയിലേക്ക് മറ്റൊരു ബംഗാളിലേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ ഏതാണ്ട് 40 വർഷക്കാലം ഭരിച്ച പാർട്ടിയാണ് ബംഗാളിലെ CPM. ഇന്നിപ്പോൾ ബംഗാളിലുള്ള അന്നത്തെ പാർട്ടിയുടെ സമന്വിതരായിട്ടുള്ള പല നേതാക്കളും കേരളത്തിൽ വന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുച്ഛിച്ച് പറയണതല്ലേ അത്. അപ്പോൾ 40 വർഷക്കാലം തേനും പാലും ഒഴുക്കും എന്നുള്ള മട്ടിൽ ബംഗാളിൽ ഭരിച്ചിട്ട് ഒരു എന്താണ് നേടിയത്? ആ CPM തന്നെയല്ലേ ഇപ്പോഴും നമ്മുടെ കേരളം ഭരിക്കുന്നേ. അല്ല പ്രതിഭ, എൻ്റെ സംശയം ഈ സമ്മേളനത്തിൽ ഒതുങ്ങുമോ CPI-യുടെ ഈ ഒരു സർക്കാരിനെതിരെയുള്ള വിമർശനം എന്ന് നമ്മൾ ചിന്തിക്കുക സാധ്യത? അത് ഇപ്പം വളരെ നല്ലൊരു ചോദ്യം ചോദിച്ചത്. കാരണം ഈ അതൃപ്തി ഒരു കാരണവശാലും അവർ മറച്ചു വയ്ക്കാതെ പുറത്ത് ഇപ്പോൾ പറഞ്ഞേക്കണതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിണറായി വിജയനോട് വലിയൊരു താക്കീതാണ്. പാർട്ടി എന്ന് പറയാത്തതാണ്, CPM-നകത്തെന്ന് പറയാത്തൊരു താക്കീതാണ്. അത് താക്കീതാണ്. അതായത് ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ച് കയറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ട് വരും. കിറ്റിലൊന്നും കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും താല്പര്യമില്ല. അപ്പൊ കിറ്റിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ തന്നെ കിറ്റിലോ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിലോ ഒന്നും തീരില്ല. അത്രത്തോളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ CPI ഇങ്ങനെ ഒരു നേരത്തെ മുൻകൂട്ടി ഒരു എറിഞ്ഞതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഒരു മുന്നണി മാറ്റത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കാര്യം CH അങ്ങനെ ഭരിച്ചില്ലേ? അതെ, PK വാസുദേവൻ ഭരിച്ചില്ലേ? അതെ. ഈ മാണി ഗ്രൂപ്പ്, മാണി കോൺഗ്രസ് LDF-ലെ പ്രധാന കക്ഷികളായിട്ട് വന്നതോടുകൂടി CPI-ക്ക് അന്നേ മുറിവുറുപ്പുണ്ടായിരുന്നു. അത് വീണ്ടും രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പം നിലവിൽ ഈ ഭരണവിരുദ്ധ വികാരം അങ്ങനെ നിൽക്കുന്ന പിണറായി വിജയനാണെങ്കിൽ ഒരു വലിയേട്ട മനോഭാവത്തോടു കൂടി എല്ലാ വകുപ്പിലും തലയിടുന്നു. ഇവർക്ക് സ്വതന്ത്രമായിട്ട് ഭരിക്കാൻ പറ്റുന്നില്ല, ഫണ്ട് പോലും കിട്ടുന്നില്ല. CPI-യുടെ ഒരു മന്ത്രിമാർക്കുള്ള ഒരു വകുപ്പിലേക്കും ഫണ്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതൊരു വിമർശനം മാത്രമല്ല, വരാനിരിക്കുന്ന നടപടികളുടെ ഒരു സൂചന തന്നെ. അല്ലെങ്കിൽ പ്രതിഭ നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ CPM-ന് ഒരു ഇരുത്തി ചിന്ത, അതായത് പിണറായി വിജയൻ എന്ന നേതാവും ആഭ്യന്തര വകുപ്പും അല്ലെങ്കിൽ CPM ഇപ്പൊ തന്നെ CPM നേതാക്കളുടെ എത്രത്തോളം ധനികരാണ് ഇവരെല്ലാം എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ DYFI നേതാക്കളൊക്കെ തന്നെ 5 കൊല്ലം മുമ്പ് സംസാരിച്ചതാണ്. അത് കരുവന്നൂർ തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പ്. അപ്പം അത് പ്രതിഭ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഒരു ജില്ലയിൽ മാത്രമല്ല ഇത്തരത്തിൽ ധനാഢ്യന്മാരായിട്ടുള്ള CPM നേതാക്കളുള്ളത്. ഒരു ഏരിയ കമ്മിറ്റി അംഗം പോകുന്നത് BMW കാറിലാണ്.
പാർട്ടി സമ്മേളനത്തിന് പോകുന്നത് BMW കാറിലാണ്. പൈസ ഉണ്ടാകുന്നത് ആരുടെയും തെറ്റല്ല, നല്ല കാര്യം തന്നെ. പക്ഷെ ഏത് രീതിയിലൂടെ ഉണ്ടായി എന്നാണ് ഒരു ചോദ്യം. തീർച്ചയായിട്ടും അതാണ് ചോദിക്കുന്നത്. അപ്പൊ അടിസ്ഥാന അങ്ങനെ വരെ പാർട്ടിക്കകത്ത് ഇതിന് പ്രധാന പ്രശ്നം അയ്യപ്പ നോക്കൂ, അടിസ്ഥാന വർഗത്തിന്റെ അധസ്ഥിത വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി രൂപം കൊണ്ടതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. നടക്കില്ല. ഇന്നിപ്പോ ആ പാർട്ടിയിൽ നിന്ന് ഏറെ ദൂരം ഇത് മാറിയിരിക്കണു. പ്രസ്ഥാനം തന്നെ പോയില്ലേ? ആ പ്രസ്ഥാനം അത്തരമുള്ള ആശയ ആദർശങ്ങളിൽ നിന്നും ഏറെ ബഹുദൂരം പിന്നെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ വ്യതിചലിക്കുന്നതല്ല. ഒന്ന്, ഈ ശബരിമല വിഷയത്തിൽ ഇവര് സുപ്രീം കോടതി പരാമർശിച്ച് നടപ്പാക്കായി ഇറങ്ങിയത് ഇന്ന് ആ സത്യവാങ്മൂലത്തിന് എതിരായി വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്ന CPM ആണ്. അതുകൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ ആദ്യം എടുക്കുന്ന തീരുമാനം അട്ടർ ബ്ലണ്ടർ ആണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ തെളിയുന്നത്. അത് പിന്നീട് അവര് തിരുത്തിയെഴുതാണ്. ഇപ്പൊ നമ്മള് എന്തും ആദ്യം പഴയ നിയമം പുതിയ നിയമം എന്നൊക്കെ പറയുന്നത് പോലെ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ മാറ്റിക്കൊണ്ടിരിക്കുകയാണത്. നാണമില്ലേ? അപ്പൊ ഇത് ഈ സംഭവം CPI ഇത് വളരെ വിമർശനാത്മകമായി തന്നെ പറഞ്ഞതാണ്. കാരണം അവര് വരാനിരിക്കുന്ന കടുത്ത നടപടികളുടെ ഒരു സൂചന തന്നെയാണ്. അവര് ബിന്ദു അമ്മണിയെ കൊണ്ടുവന്ന കാര്യം ഇവരൊക്കെ തന്നെയല്ലേ? അതെ, ക്രമസമാധാനത്തെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ വ്യാവസായിക സംരംഭങ്ങളെക്കുറിച്ച് പറഞ്ഞു, വ്യവസായ സൗഹൃദ സംരംഭ സംസ്ഥാനമാണെന്ന് പറഞ്ഞതിൻ്റെ PR വർക്കിലൂടെ നേടാൻ സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. തൊഴിലാളി വർഗത്തിൻ്റെ അടിസ്ഥാന വർഗത്തിൻ്റെ വികാരങ്ങളിൽ നിന്ന് പാർട്ടി ഏറെ ദൂരം പിന്നിലേക്ക് പോയി. അതുകൊണ്ട് ഇനി ഈ പാർട്ടിക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിലനിൽപ്പില്ല. കൂടെ പിണറായി വിജയന്റെ മുമ്പിൽ ഇനി മുള്ളാൻ പറ്റില്ല. അതെ, കൂടെ ഞങ്ങൾ ഉണ്ടാവില്ല, ഒച്ചാനിച്ച് നിൽക്കാൻ ഞങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളതിന്റെ ചെറിയ സൂചന, വ്യക്തമായ സൂചന, ചെറിയ സൂചന അല്ല, വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് അവർ ഈ സമ്മേളനം അവസാനിപ്പിച്ചേക്കുന്നത്. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ്, അനന്തര നടപടികൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം.